വീരവേൽ മുരുകനിക്ക് ജയ് പഴനിയാണ്ടവ. ഒരുപാട് സന്തോഷം. നാളേക്ക് മെയ് 1 LMRK ആരംഭിച്ച് 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 9 വർഷത്തെ യാത്രകൾ. 2017 മെയ് 1 നമ്മൾ പഴനിമലയെ വെച്ച് പഴനിയാണ്ടവൻ്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താൽ ആരംഭിച്ച പ്രസ്ഥാനം. അന്നൊരു ഷഷ്ടി ദിവസമായിരുന്നു. അന്ന് പഴനിമലയിൽ വന്ന് പഴനിയാണ്ടവനെ തൊഴുത് അവിടെ ഒരു വള്ളി ഗുഹ എന്ന് പറയുന്ന അടുത്ത് പോയി അവിടെ ഇരുന്ന് ഒരു 10-60 പേരുണ്ടായിരിക്കാം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാനെ മുരുകവാനെ അങ്ങ് ഞങ്ങളോട് ഏൽപ്പിച്ച ഡ്യൂട്ടികൾ LMRK എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യാനുള്ള എല്ലാ ശക്തികളും അനുഗ്രഹങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് യാത്രകളുടെ ആകെ തുകയായിരുന്നു LMRKയുടെ ആരംഭം. എൻ്റെ യാത്രകൾ, വിജയങ്ങൾ, കുതിപ്പുകൾ, കിതപ്പുകൾ, പരാജയങ്ങൾ, വീണ്ടും വിജയങ്ങൾ എല്ലാം എൻ്റെ യുഗപ്പിറവിക്ക് മുമ്പിൽ എന്ന പുസ്തകത്തിലൂടെ, ആ പുസ്തകത്തിൻ്റെ താളുകളിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, രോഷമുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, പടപൊരുത്തുന്ന ശീലമുണ്ട്, വിജയങ്ങളുണ്ട്, ഭക്തിയുണ്ട്. അതെല്ലാം നിങ്ങൾ കൈ നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് LMRK എന്ന പ്രസ്ഥാനം, ആ പുസ്തകം 13ാം ലക്കത്തിലേക്ക് 2-3 വർഷത്തിനുള്ളിൽ എത്തിച്ചേർന്നത്. ആ പുസ്തകം വായിച്ച് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ പ്രചോദനമായി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും പലരും ഞാൻ പുസ്തകം വായിച്ച് കരഞ്ഞു, എനിക്ക് വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരസ്പർശം എൻ്റെ എഴുത്തിൽ ഒരു തലോടലായി വന്നതുകൊണ്ട് മാത്രമാണ് അതിന് ആ ശക്തി കിട്ടിയതും അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങിയതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭക്തി എന്നിൽ എപ്പോഴും ഉണ്ടാവണേ എന്ന് ഞാൻ എപ്പോഴും മുരുകനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല, അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ ശക്തിമാനാണ്. ഈ യാത്രയിലുടനീളം ഞാൻ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും മുമ്പിൽ പതർന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, പഴനിയാണ്ടവാ കാത്തോളനെന്ന്. അദ്ദേഹം കാത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യം, എൻ്റെ കൈ പിടിച്ച് വലിച്ച് കയറ്റിയിട്ടുണ്ട്, നടക്കണം മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശക്തിയിലാണ് ഞാൻ ഇതുവരെ സഞ്ചരിച്ചിരിക്കുന്നത്. ആ സഞ്ചരിച്ച ശക്തിയിലൂടെയാണ് ഞാൻ നിങ്ങളെല്ലാം പരിചയപ്പെട്ടതും നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടതും. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് ബലം. 1 പഴനിയാണ്ടവൻ, അദ്ദേഹത്തിൻ്റെ സംരക്ഷണ കവചം. 2 എൻ്റെ കുടുംബം, അവരുടെ സപ്പോർട്ട്. പിന്നെ കയ്യും മെയ്യും മറന്ന് എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഈ മുരുകസേനയും. നിങ്ങളുടെ സ്നേഹമില്ലെങ്കിൽ, നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളും നിങ്ങളും അല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സേന, മുരുകസേന, മുരുകവാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന, ഭാരതം എന്ന രാജ്യത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്ന ആ സേനയുടെ ആൾക്കാരായി നമ്മളെല്ലാം മാറുമ്പോൾ, ഭഗവാന്റെ എനർജി ഒരു ശക്തമായ തലോടലൂടെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായ ശക്തികളുണ്ടാവും, അതിൻ്റെതായ എഫക്റ്റുകൾ ഈ ലോകത്തുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണത്. നമുക്ക് കാണുന്നവർക്ക് ചെറിയ ചെറിയ കാര്യം, അവരെന്താ ചെയ്യണു, ഒരു യാഗം ചെയ്യണു, എന്തോ പൂജ നടത്തണു, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പ്രതിഫലനം ലോകം മുഴുവൻ ആഞ്ഞടിക്കുന്ന, ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ലെവലിലേക്ക് മാറുമ്പോൾ അത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ബലവും നമ്മളെ അനുഗ്രഹിക്കുന്ന മുരുകഭഗവാന്റെ ശക്തിയും കൂടിയാണ്. ഈ യാത്രയിലുടനീളം ഈ നിമിഷം ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഓർമ്മകളുടെ, ഞാൻ സാധാരണ ആവേശത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇന്നും എനിക്കതിന് കഴിയുന്നില്ല. ഒരു ഓർമ്മയുടെ കുത്തൊഴുക്കിൽ നിന്ന് കുറേ അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ മാത്രമാണ് എനിക്കിപ്പോൾ കഴിയുന്നത്.
ഈ നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളുണ്ട്. അവരെല്ലാവരും ഞാൻ എൻ്റെ ഈ വഴിയിൽ സഞ്ചരിച്ചപ്പോൾ പരിചയപ്പെട്ടവരാണ്. അവരോട് ഇപ്പോഴും അവരെന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി, അദ്ദേഹം നമ്മുടെ LMRKയുടെ ഗുരുവായൂരിലെ ആദ്യത്തെ പ്രോഗ്രാമിന് വന്നിരുന്നു. അദ്ദേഹം അതിമനോഹരമായൊരു പ്രസംഗം നടത്തി. അദ്ദേഹത്തിൻ്റെ സ്നേഹം എപ്പോഴും LMRKക്ക് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ തന്നെ കാണുന്നു. അദ്ദേഹം അവിടെ ഒരു വാചകം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം മറന്നോന്നറിയില്ല. തൊണ്ടൻ പറയുന്നത് അറിവുണ്ടായിട്ടല്ല, പക്ഷെ തൊണ്ടൻ പറയുന്നത് ശരിയായിട്ട് വരും. അത് വേറെ ആരുടെ കാര്യത്തിൽ ശരിയല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ശരിയാ. കാരണം ഒരു അറിവില്ലാത്തവനാണ് ഞാൻ, ഒരു കഴിവില്ലാത്തവനാണ് ഞാൻ. അത് ഏറ്റവും കൂടുതൽ എൻ്റെ പരിമിതികൾ അറിയുന്ന ഒരാളെന്ന ലെവലിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം നേരത്തെ അദ്ദേഹം പറഞ്ഞ തൊണ്ടനെ ഇറക്കി വിട്ട ഒരു ശക്തിയുടെ തീരുമാനങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് ഞാൻ. ആ തൊണ്ടനെ ഇറക്കി വിട്ട ആൾ നിസാരക്കാരനല്ല, ആളാണ് ദേവസേനാപതിയായ മുരുകവാൻ. അദ്ദേഹം ഒരാളെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവിനൊരു പ്രസക്തിയില്ല, പക്ഷെ അദ്ദേഹം അവനിലൂടെ അത് നടത്തിയിരിക്കും. ആ തൊണ്ടനായി നിന്ന് അദ്ദേഹത്തിൻ്റെ അടിയാറായി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം. അതേമാതിരി 2018 മുതൽ ഞാൻ തമിഴ്നാട്ടിൽ പല ഇൻ്റർവ്യൂകളും നടത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിലേക്ക് ഞാൻ നടന്നു കയറിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചാനൽ ABC ചാനലാണ്. സുനിൽജി ആയിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂസാണ് കേരളത്തിലെ മക്കൾക്കിടയിൽ, കേരള ജനതയ്ക്കിടയിൽ എന്നെക്കുറിച്ചും LMRK പ്രസ്ഥാനത്തെക്കുറിച്ചും ഇതിൻ്റെ മഹത്തായ ദൗത്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ഇടവന്നിട്ടത്. തുടർച്ചയായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് അദ്ദേഹമായിട്ട് ഞാൻ നടത്തി. അദ്ദേഹം എപ്പോഴും നമ്മളൊരു കരുതലോടെ കൈപ്പിടിച്ച് എപ്പോഴും എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, അത് ജനങ്ങളിൽ എത്തിച്ചേരട്ടെ, ഞാനുണ്ട് ഒപ്പം, ABC ചാനലുണ്ട് ഒപ്പം പറഞ്ഞ്. ആ സ്നേഹം എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചണ്ടാള ബാബ, ഞങ്ങളിപ്പോൾ 3ാമത്തെ പ്രോഗ്രാമിലാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ആദ്യത്തെ പ്രോഗ്രാം അനിലേട്ടൻ്റെ അമ്പലത്തിലായിരുന്നു, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. 2ാമത് ഹിന്ദു മഹാസമ്മേളനം അനന്തപുരി സമ്മേളനത്തിലായിരുന്നു. അദ്ദേഹം ഞാൻ സഞ്ചരിച്ച ആത്മീയ വഴിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഭാരതത്തിൻ്റെ വിവിധ കൈവഴികളുണ്ട്, ആത്മീയ കൈവഴികൾ. ഓരോ കൈവഴികളും ഓരോ ഗുരുക്കന്മാരും ഓരോ സിദ്ധന്മാരും നമുക്ക് ആത്മീയതയിലേക്ക് എത്ര ഉയർന്നു പോവാം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും നമ്മൾ അതിനോട് ജീവിതചര്യയാക്കി തരാനും മനസ്സിലാക്കി തരാനും വേണ്ടി ഉപയോഗിച്ച വഴികളാണത്. ആ വഴികളിൽ ഏത് നല്ലത് ഏത് മോശമില്ല, ഏത് വലുത് ഏതും പൊട്ടാതുമില്ല, എല്ലാം ഒരേ വഴികളാണ്. എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ചാലും ഭാരതത്തിൻ്റെ ആത്മീയത നമുക്ക് തൊടാനും ഭാരതത്തിൻ്റെ ദേശീയത നമുക്ക് തൊടാനും നമ്മളൊരു ദേശത്തേക്ക് മാറാനും നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു കൈവഴികളുടെ ഒരു ആചാര്യൻ എന്ന നിലയിലും അദ്ദേഹം അതിലൂടെ കാണിക്കുന്ന കൂറെന്ന ലെവലിലും ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളനത്തിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങൾ പിടിച്ചു നിർത്തി. ഞാനിവിടെ പറഞ്ഞു, അഴിച്ചു വിടാണ്, പെടച്ചങ്ങട്, എത്ര നേരം വേണമെങ്കിലും. ആ സ്നേഹം, അദ്ദേഹത്തോടുള്ള സ്നേഹം ഞാനിവിടെ പ്രകടമാക്കുകയാണ്. പിന്നെ എൻ്റെ യാത്രകളിൽ ഞാൻ സഞ്ചരിച്ച വഴികളിൽ തമിഴാണ് നമ്മുടെ ബേസ്. LMRKയുടെ ബേസ് തമിഴ് ലാംഗ്വേജാണ്, തമിഴ് കലാചാരം, തമിഴ് കടവുളാണ് മുരുകൻ. കുമാരികാണ്ഡം എന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, അവിടുത്തെ ജനങ്ങളുടെ എല്ലാം ദളപതിയായി, ഗുരുവായി, ദൈവമായി, രാജാവായി മാറിയ ഒരാൾ. അദ്ദേഹം ആ രാജ്യം ഭരിക്കുന്നു. ആ രാജ്യത്തിന് തലസ്ഥാനത്തിന് വയ്യാപുരി എന്ന് പേരിടുന്നു. അവിടെ അദ്ദേഹം തമിഴ് ലാംഗ്വേജ് ലോകത്തിന് കൊടുക്കണു. ഒരു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. കാലം കഴിഞ്ഞു, ആ രാജ്യം തകർന്നു പോയി, കടലെടുത്ത് പോയി.
അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത ജനങ്ങൾ പല വഴിക്ക് പല സ്ഥലങ്ങളിലേക്ക് അവരുടെ ശേഷിപ്പുകളും കൊണ്ട് യാത്ര ചെയ്തു. അത്തരം ശേഷിപ്പുകൾ കൊണ്ട് യാത്ര ചെയ്ത തമിഴ്നാട്ടിലേക്ക് വന്ന ആൾക്കാരാണ് 6 പടവീട് അവിടെ വെച്ചത്. 6 പടവീട് എന്ന് പറഞ്ഞാൽ 6 ആർമി ക്യാമ്പാണ്, സേനാപതിയുടെ 6 ആർമി ക്യാമ്പാണ്. അതിൻ്റെ അവരുടെ ഒരു റിപ്ലിക്ക് ഇവിടെ കൊണ്ടുവച്ചു ആ കുമാരികാണ്ഡത്തിൻ്റെ. പഴനിയിൽ വന്നവർ അവരുടെ ഓർമ്മയ്ക്കായി പഴനിക്ക് വയ്യാപൊരി എന്നൊരു പേര് ഇട്ടു. കാരണം അവരുടെ ഓർമ്മകൾ വയ്യാപുരി എന്ന് പറഞ്ഞ കുമാരികാണ്ഡത്തിലെ മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഓർമ്മകളാണ്. ആ വയ്യാപുരി എന്ന ഈ പഴനി, വയ്യ എന്ന് പറഞ്ഞ ലോകം, പുരി എന്ന് പറഞ്ഞ തലസ്ഥാനം, ആ തലസ്ഥാനം വീണ്ടും തിരിച്ചു വരുന്നതാണ് മുരുകയുഗത്തിൽ. ഈ ലോകത്തിൻ്റെ ഭാരത ലോകത്തിൻ്റെ തലസ്ഥാനമാവുമ്പോൾ അതിൻ്റെ ഊർജം മുഴുവൻ കൊടുക്കുന്ന ഒരു സ്ഥലമായി പഴനി എന്ന വയ്യാപുരി മാറുകയാണ്. ആ ദേവസേനാപതിയുടെ സേനാ നായകന്മാർ ഈ മുരുകയുഗത്തിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ നമ്മുടെ അതിഥിയായിട്ടുണ്ട്, രാജ അണ്ണ. അദ്ദേഹത്തിനും ഇവിടെ എത്തിയത് ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ പഴനിയിൽ എപ്പോഴും നമുക്കൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഫോൺ വിളിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജഗനെയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹിത്വമുള്ള ഒരാളാണ്. ഈ പഴനിയിലെ എല്ലാ കാര്യത്തിലും നമ്മോടുകൂടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ജഗനും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ നേരത്ത് അദ്ദേഹത്തിന് ഞാൻ ഏറ്റവും സ്നേഹത്തോട് സ്വീകരിക്കുകയാണ്. പിന്നെ എൻ്റെ യാത്രകളിൽ ഞാൻ പോയ ചൈനീസ് സൈഡുകളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട്. അതിലൊരു സ്ഥലമാണ് ഭൂട്ടാൻ. ആ ഭൂട്ടാനിലെത്തിയപ്പോൾ ആ ഭൂട്ടാനിലൊരു അമ്പലമുണ്ട്, ടൈഗർ നെസ്റ്റ് എന്ന് പറഞ്ഞ അമ്പലം. ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഗുരു പത്മസംഭവ, അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഒരുപാട് കാലം കഴിഞ്ഞ് വീണ്ടും ഞാൻ യാത്ര ചെയ്തു സിക്കിമിലേക്ക്. ആ സിക്കിമിലും അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഗുരു പത്മസംഭവ. ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. തൃപ്രാരൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിന് ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പത്മസംഭവയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഒന്നും നോക്കിയില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ആ ഒരു പരമ്പര പിന്തുടർന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, ഗുരു ബേബി മംഗള. അദ്ദേഹത്തിനും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതേമാതിരി നമുക്ക് ഇവിടെ ആശംസകൾ അറിയിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സ്വന്തം അഹങ്കാരം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം ഒരു വീഡിയോ മെസ്സേജ് നമുക്ക് വേണ്ടി അയച്ചു തന്നു. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് തുടരും എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. നമ്മുടെ ABC-യിൽ ഇൻ്റർവ്യൂ കണ്ടും എൻ്റെ പുസ്തകം വായിച്ചും സജീവൻ മുഖാന്തരം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അന്ന് ആ തുടരും സിനിമയിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ആ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഒരുപാട് പക്ഷേ വീണ്ടും കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുരുകഭക്തി എന്നോട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കഴുത്തിൽ ധരിക്കുന്ന മുരുക ലോക്കറ്റ്, കയ്യിലുള്ള വേലിൻ്റെ ഇത്, അതുമാത്രമല്ല ഈ സിനിമയുടെ കാര്യങ്ങളും മുരുക ഷൺമുഖൻ എന്നുള്ള പേരാണ്, അത്തരം പാട്ടുകളുണ്ട് എന്നൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വേറെ സിനിമയുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ മുരുകൻ്റെ പേരെടുത്ത് അങ്ങൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ ഹിറ്റാണ്. ഈ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കുന്നു. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു വളരെ സന്തോഷമായ കാര്യം. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇവിടെ എനിക്കിനി പറയാനുള്ളത് നമ്മുടെ ദൗത്യങ്ങളെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യം. നമ്മൾ 2018 തൊട്ട് നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും ഭാരതത്തിന് വേണ്ടിയിട്ടായിരുന്നു. നേരത്തെ പറഞ്ഞ തൊണ്ടൻ അല്ലെങ്കിൽ അടിയാൻ മുരുകവാൻ്റെ ഡയറക്ഷനിൽ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടികളും നമുക്ക് എത്രത്തോളം ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊക്കെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിലും എൻ്റെ പുസ്തകത്തിലും വിവരിച്ച കാരണം ഞാൻ ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. പക്ഷെ ഇന്നാളെ നടക്കാൻ പോകുന്ന യാഗം, അഗ്നിയാഗത്തിൻ്റെ 2ാം ഘട്ടം, നമ്മൾ ആദ്യം ഡിസംബർ 13 ആദ്യത്തെ ഘട്ടം ചെയ്തു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഓരോ യാഗങ്ങളും ഒരു യാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭൂമിയുടെ യാഗമായാലും ജലത്തിൻ്റെ യാഗമായാലും ആകാശത്തിൻ്റെ യാഗമായാലും വായുവിൻ്റെ യാഗമായാലും നമ്മൾ ഒരു യാഗം മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഈ അഗ്നിയാഗം എത്തിയപ്പോൾ ഭഗവാൻ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അതിന് വേണ്ടി ചെയ്യിക്കാൻ തുടങ്ങി. അതിൽ 2ാമത്തെ ഘട്ടം ഈ യാഗം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞ കാര്യം,
നമ്മൾ ഈ യാഗം ചെയ്യാൻ പോകുന്നത് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടാണ്. വീരബാഹുവും അദ്ദേഹത്തിൻ്റെ നവവീരനും ഉൾപ്പെടുന്ന മുരുകസേന, മുചികുന്ദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സേനാനായകന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ഇന്ത്യ കണ്ട ഏറ്റവും മഹാന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. മൗര്യ സാമ്രാജ്യം ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് പൂജ്യമാണ്. നമ്മളെപ്പോഴും പഠിക്കേണ്ടതായും മനസ്സിലാക്കേണ്ടതായ രാജ്യം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായ ചാണക്യന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. ഇത് സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ്. ഇത് എത്ര നാൾ മുമ്പ് പറഞ്ഞതാണെന്ന് നമുക്ക് അറിയാലോ. 2 മാസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നാളെ ഈ യാഗം നടക്കാൻ മുമ്പ് നമ്മൾ കേൾക്കുന്ന വാർത്ത, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ സേനയ്ക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് മുരുകാന്റെ തീരുമാനം. അതാണ് പഴനിയാണ്ടവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യാഗം നാളെ നടക്കാൻ പോകുന്ന യാഗം മുരുകസേനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നാളെ ഇന്ത്യൻ സേനാനായകന്മാരുടെ ഓരോ ഊർജത്തിലും മുരുകഭഗവാന്റെയും മുരുകസേനയുടെയും ഊർജം കടന്ന് പ്രവർത്തിക്കുകയും അവരുടെ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ. ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല. നമുക്കെപ്പോഴും ഉള്ളത് ഡ്യൂട്ടികളാണ്, ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നാളത്തെ യാഗം, മുരുകസേനയ്ക്കുള്ള യാഗം, നമ്മുടെ രാജ്യത്തിനുള്ള സേനയ്ക്കുള്ള യാഗമാണത്. നമ്മുടെ ഉള്ളിൽ ഓരോ രാജ്യസ്നേഹിയുടെ ഉള്ളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാനും നിങ്ങളും മുരുകസേനയുടെ ഭാഗമാണ്, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാളെ ദേവസേനാപതിയായ മുരുകഭഗവാനെ പഴനി മണ്ഡപന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സേനയ്ക്ക് അതിൻ്റെ ഏറ്റവും ശക്തി കൊടുക്കാൻ, ഏറ്റവും എനർജി കൊടുക്കാൻ. ഇത് പഴനിയാണ്ടവൻ തീരുമാനിച്ചതാണ്. അത് നടപ്പിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനം എപ്പോഴും നടപ്പിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം. എപ്പോഴും ജയ് പഴനിയാണ്ടവ. ഓം ശരവണഭവായ നമഃ.